അന്നാറി സർവത്തൊന്നുമല്ല, ഇതൊക്കെ പാടെ കൂട്ടിയിട്ടൊരു സാധനമുണ്ട് എന്ന് ഇനിയിപ്പോ ഇങ്ങനെ കാത്തിരിക്കുക. എല്ലാവരും എന്താ അറിയോ, അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് ADGP അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി. ഭയങ്കര തീരുമാനമാണ് കേട്ടോ, ഭയങ്കര തീരുമാനമാണ് കേട്ടോ തൃശ്ശൂർ എടുത്തതേ. വല്ല കാര്യമുണ്ടോ? ആ കസാലിൽ നിന്ന് മാറ്റി അപ്പുറത്തെ കസാലിരിക്കാൻ ഞാൻ കൊടുത്ത അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനത്തിന്റെ രേഖകൾ മാത്രം മതി ഈ ചങ്ങാതിയെ സസ്പെൻഡ് ചെയ്ത് പുറത്തെടുക്കാൻ. ഇനിയിപ്പൊ അതിന് കൈയോട്ടാൻ നിൽക്കുക എല്ലാവരും. ഏത് ADGP മാറ്റിയോ അല്ലേ? വെറുതെ വിട്ടികളാൻ നിൽക്കേണ്ട ജനങ്ങളെ നിങ്ങള് സസ്പെൻഡ് ചെയ്ത് PHQവിനെ പുറത്തു നിർത്തണവനെ, ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ. PHQ എന്ന് പറയുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പുറത്തു നിർത്തണം. താക്കോൽ വാങ്ങണം, എൻ്റെ അടുത്ത് ഫോൺ വാങ്ങണം, അവന്റെ മെയിൽ ID വാങ്ങണം. ഈ പോലീസുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ട് ചെയ്യണം. കള്ളിമുണ്ടെടുത്ത് നടത്തിവിടണം, കാക്കി അടിച്ചു വെച്ചിട്ട്. എന്നിട്ട് സത്യസന്ധമായ അന്വേഷണം നടത്തണം. ഒന്നും നടക്കൂല കൂട്ടരെ, മനസ്സിലായോ? ഞാകെ പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങള് നിങ്ങൾ ഒറ്റ പ്രതീക്ഷ വെച്ചോളൂ, അത് നമുക്ക് ജുഡീഷ്യറിയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കട്ടെ. ഹൈക്കോടതി എടുത്ത് പോലീസ് റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ, കോഡ് ഫോർ ചെയ്യാലോ. അവരും പല കേസുകൾ അന്വേഷിച്ചത് ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിച്ച് കണ്ടെത്താലോ. അങ്ങനെ മിടുക്കരും സത്യസന്ധരുമായ ഒരു അന്വേഷണ ഏജൻസിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണം നടക്കേണ്ട. തെളിവ് PV എന്നൊരു ലോറി കൊണ്ടേ കൊടുക്കൂ. എങ്ങനെ? ലോറിയില് ഇനി ഒരു തെളിവ് വയ്ക്കാൻ കൊടുക്കൂല. അത് കിട്ടുന്ന വെച്ചാൽ ഇരിക്കുമുണ്ട്. ഇതൊന്ന് മാറി തിരിഞ്ഞ് വേറെ ആരെങ്കിലും വരുമോ നമുക്ക് നോക്കാം. കൊടുത്തത് തന്നെ പലതും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അൻവറാക്കട്ടെ തെളിവ് പുറത്തു വിടുവോ, തെളിവ് പുറത്തു വിടാനും നിൽക്കണ്ട. ഓരോന്നും വിടുന്നില്ല. ഇവരൊന്ന് അന്വേഷിച്ച് പോട്ടെ, അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത റൗണ്ട് കോടതി വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം എന്താ. അപ്പൊ ഇനിയുണ്ട്. നിങ്ങളും വഴങ്ങിക്കണം, ഞാൻ വഴങ്ങിയിട്ടില്ല. എന്റെ കാല് ധരിക്കേണ്ട ദേശത്രേ ഉള്ളൂ. അപ്പോ താനൂരൊക്കെ നമുക്ക് പറയാൻ നിൽക്കുകയാണ്. CBI ഒന്ന് അന്വേഷിക്കട്ടെ. എല്ലാവർക്കും അറിയാലോ, അതൊക്കെ പച്ചയായ പ്രപഞ്ചമായ സത്യല്ലേ. ഇവനെന്തായിരുന്നു പണി? ഈ മോഹൻദാസിന് തൊട്ടിലി ടാറ്റ വാവാബു മോനെ വാവാബോ, സുജിദാസ് മോനെ വാവാബോ. 3 കൊല്ലാട്ടി, 3 കൊല്ലം. എന്നിട്ട് എന്റെ നെഞ്ചത്ത് കയറാൻ വരിക. മര്യാദക്ക് മിണ്ടാതോടെ ഇരുന്നോളണം. എന്താ മോഹൻദാസ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഫോണ് ചോർത്തിയ സങ്കടം ആരെങ്കിലും ചെയ്യൂ? എന്തൊരു വൃത്തികേടാണ് ചെയ്തത്. മലന്ന് കടന്ന് തുപ്പാണ്. മലന്ന് കടന്ന് തുപ്പണവന് അവന്റെ മുഖത്തേക്ക് തന്നെ വരുന്നത്. ഞാൻ നേർക്ക് നേരത്തെ ഇങ്ങനെ തുപ്പുക, അതിന്റെ മുഖത്തേക്കല്ല വരിക. ഒരു ജില്ലാ സെക്രട്ടറി പറയാ MLA മലന്ന് കടന്ന് തുപ്പാൻ. മലന്ന് കടന്ന് തുപ്പിയിട്ട് അത് വീണ്ടും ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെന്താ വിളിച്ച കോമാളി. PV അൻവർ MLA കോമ്രാഡല്ല, കോമാളി. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പറയുന്നു. എനിക്കും അത്ഭുതമായി. എന്താണ് പഠിച്ചത് ഇങ്ങനെ എന്നെ കോമാളി വിളിക്കുന്നത്? അപ്പൊ ഞാനൊന്ന് അന്വേഷിച്ചു പോയ നാട്ടിൽ. ഇതൊന്നും അറിയണല്ലോ. കോമാളി അൻവർ, കോമ്രാഡല്ല, കോമാളി അൻവർ. അപ്പൊ 2 ദിവസം അന്വേഷിച്ച വിവരം കിട്ടി. അത്യാവശ്യം നല്ലൊരു തറവാട്ടിലൊക്കെയാണല്ലോ മൂപ്പര് ജനിച്ചത്. ഇപ്പൊ അച്ഛന് ഒരു സർക്കസ് കമ്പനി ഉണ്ടായിരുന്നു. സർക്കസ് പല ജാതി ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ ഇടയ്ക്ക് കോമാളി വേഷം സർക്കസിൽ നിങ്ങൾ കണ്ടിട്ടില്ല. ആകെ 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. സർക്കസ് 2 മണിക്കൂറുണ്ടെങ്കിൽ കോമാളി എന്ന് പറഞ്ഞ് ചന്തിക്കൊക്കെ 2 അടി അടിച്ച എന്നൊക്കെ പറഞ്ഞു പോകും. ആൾക്കാർ ചിരിക്കും. അതാണ് സർക്കസിലെ കോമാളി. അപ്പൊ അതിന് ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയാൽ വെക്കൂല നിനക്ക്. ഈ 10-15 മിനിറ്റിൽ ഈ കോമാളി വേഷം ഈ പറയുന്ന EN മോഹൻദാസിന്റെ അച്ഛനായിരുന്നല്ലോ ആ റോൾ എടുക്കല്. അതുകൊണ്ട് ഈ കോമാളി കോമാളി പേരിങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാനും വിചാരിച്ചപ്പെട്ടേക്ക് സാരല്ല, ഒരു അച്ഛനെ ഓർമ്മിക്കുകയാണല്ലോ കോമാളി എന്ന് പറയുമ്പോൾ. അപ്പൊ അത്ര മോശപ്പെട്ട പേരൊന്നുമല്ല എന്ന് എനിക്കും തോന്നിയപ്പോ ഞാനത് വിട്ടു. മനസ്സിലായില്ലേ? പിന്നെ നമ്മള് ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഇനിയും നമ്മൾ കാണും, നമ്മൾ സംസാരിക്കും. ഒരു 15 ദിവസം കൊണ്ട് ജനങ്ങൾക്ക് അഭിപ്രായം കൂടി തേടി ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. കോൺഗ്രസിന്റെ കൂടെ കൂടണോ, ലീഗിന്റെ കൂടെ കൂടണോ, BJPന്റെ കൂടെ കൂടണോ, അല്ല വിനേത പാർട്ടി ഇതേതായാലും പുറത്താക്കി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇതിലേക്കും കൂടണം, അതല്ല നമുക്കിങ്ങനെ ജനമായിട്ട് നിൽക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം.
നിങ്ങളോട് ചോദിക്കാതെ ഒരു തീരുമാനം ഞാൻ എടുക്കില്ല. കൃത്യമായ സർവേ നടത്തും. പണ്ടത്തെ പോലെയല്ലല്ലോ, ഫോണിലൊരു കുത്തുത്തിയാൽ സാധനങ്ങൾക്ക് എസ് ഓർണോ പറയാം. ആ ഒരു സംവിധാനം ഉണ്ടാക്കും 10 15 ഒരു മാസമോ കഴിഞ്ഞിട്ട്. എന്നിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ എന്തായാലും ജോഷി മാഷ് ഇവിടെ ഉണ്ടോ? നന്ദി പറയാൻ ജോഷി മാഷോട് വരാൻ പറഞ്ഞു. ഇവിടെ ഉണ്ടോ മാഷെ? ചുങ്കത്തറ ജോഷി. അപ്പൊ ഇനി നന്ദിയും കൂടി ഞാൻ പറയണം. മാഷ കാണുന്നില്ല, ഞാൻ സ്വാതന്ത്ര്യ തിരക്കിലോടെങ്കിലും ഉണ്ടാവും. അപ്പൊ എന്താ അറിയോ, സുഖുവിനെയും ഞാൻ മാപ്പിള, സുഖ ഹിന്ദു, പിന്നെ ആരാ ഒരു ക്രിസ്ത്യാനിയായ ജോഷി, ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് നമ്മുടെ കൺസെപ്റ്റ്. ഈ 3 മനസ്സിലായോ? പിന്നെ സകലമാന മനുഷ്യരും. അപ്പൊ വളരെ ദൂരത്ത് നിന്ന് പണിപ്പെട്ട് കഷ്ടപ്പെട്ട് വന്നവരുണ്ട്. ഇവിടെ പരിസര പ്രദേശത്തുണ്ട്, പത്രമാധ്യമ പ്രവർത്തകരുണ്ട്. രാവിലെ മുതൽ എന്റെ പിന്നാലെ നടന്ന് വിയർത്ത് പട്ടിണി കിടന്ന് ചായ കുടിക്കാതൊക്കെ. എനിക്കിപ്പോ നിങ്ങൾ കുറച്ച് സ്നേഹം കിട്ടോ, സത്യം പറയല്ലോ. പോരാട്ടം അവിടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോരേണ്ട. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന ഒരു തൃപ്തി ഉണ്ട്. എന്നാലും ചില രാത്രി ചർച്ചകളിലൊക്കെ ചിലരൊക്കെ മുടിയുള്ളവരും മുടിയില്ലാത്തവരൊക്കെ ഇങ്ങനെ മനസ്സിലായില്ലേ? ഒക്കെ നമുക്ക് നോക്കാം, നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പം എല്ലാവർക്കും നന്ദി. ലാൽ സലാം, അസ്സലാം അലൈക്കും, ഓം ശാന്തി, ഓം ശാന്തി. ആകാശത്തിരിക്കുന്ന കർത്താവായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.